എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ നമ്മുടെ അടുക്കള റെസിപ്പിയിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 5-6 പച്ചമുളക്, കുറച്ച് പുളി, പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചി നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരി പൊടിച്ചാണ് ഞാൻ എടുക്കുന്നത്, അല്ലാതെ കൊത്തി അരിഞ്ഞല്ല ഞാൻ എടുക്കുന്നത്. വറുത്ത് കോരിയിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലവണ്ണം പൊടിക്കില്ല, ഒന്ന് ഇതായിട്ട് എടുത്ത് പൊടിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചി വറുത്ത് കോരി എടുക്കാനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഇഞ്ചി നല്ലോണം വറുത്ത് കോരി എടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇഞ്ചി ഇടാനായിട്ട്. എണ്ണ ചൂടായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂക്കുന്നവരെ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിലിടുക. ഇഞ്ചി വറുത്ത് കോരി വയ്ക്കുമ്പോൾ നനവുള്ള പാത്രത്തിലാകരുത്, ഒരു ഉണങ്ങിയ ഇതായിട്ടുള്ള പാത്രമായിരിക്കണം. നനവുണ്ടാകരുത് കേട്ടോ. മിക്സഡ് ജാറും അതുപോലെ തന്നെ നനവുണ്ടാകരുത് പിടിച്ചെടുക്കുമ്പോൾ. നമുക്കിത് വറുത്ത് കോരിക്കൊണ്ട് വരാം. നമ്മുടെ ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയൊന്നും മൂത്താൽ പോരാ, നല്ലവണ്ണം മൂക്കണം. എന്ന് വെച്ച് കരിഞ്ഞും പോകരുത്. മൂക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ലവണ്ണം ഒരു ഇളക്കുമ്പോൾ തന്നെ കിരീരാന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ പകുതി മൂത്തമായിട്ടുള്ളൂ. ഇഞ്ചി അച്ചാർ ഉണ്ടാക്കുമ്പോൾ, ഇഞ്ചി കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അറിയാം കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്. ഇഞ്ചി ഒക്കെ വറുത്തെടുക്കുമ്പോൾ നല്ല സ്മെല്ല് തന്നെയാണ്. കഴിവതും വെളിച്ചെണ്ണയെ തയ്യാറാക്കാൻ നോക്കുക. ഇഞ്ചി മൂപ്പായി തുടങ്ങുമ്പോഴേ മേളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. നമ്മുടെ ഇഞ്ചിയൊക്കെ മേളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ഇത്തിരിയോടെ മൂത്താൽ മതി. ഇത് മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ചൂടോടുകൂടി വേണം പൊടിക്കാനായിട്ട്. ഒരുപാട് ഇതായിട്ട് പൊടിക്കരുത്. ഒന്ന് ആദ്യം ചെറിയ ചൂടുണ്ടാകണം പൊടിക്കുമ്പോൾ. നമ്മുടെ ഓണസദ്യയിൽ ഇതുപോലുള്ളൊരു ഇഞ്ചിക്കറി നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയാണ്. തീ ഫ്ലെയിമിലിടുക. നമ്മുടെ ഇഞ്ചിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കോരി പാത്രത്തിലിടാം. പാത്രത്തിലിട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇഞ്ചി വറുത്ത് കോരി ഇവിടെ വെച്ചിട്ടുണ്ട്. അത്ര ഇഞ്ചി നമ്മൾ മൂപ്പിച്ചിട്ട് ഇതാണ് നമുക്ക് കിട്ടുന്നത്. വറുത്ത് കോരുമ്പോൾ അത് കുറയും, ഒരുപാട് കുറയും. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ച പച്ചമുളകില്ല, അതൊന്ന് വട്ടത്തിലരിഞ്ഞെടുക്കണം. വട്ടത്തിലരിഞ്ഞിട്ട് ഞാനത് കടുക് വറക്കുമ്പോൾ ആ എണ്ണയിലിട്ട് വറുത്താണ് കാണിക്കുന്നത്. പച്ചമുളക് നമുക്ക് ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് വറുത്ത് കോരി വയ്ക്കാം. ആ ഇഞ്ചി നമ്മൾ വറുത്ത എണ്ണയില്ല, അതിലിട്ട് തന്നെ വറുത്ത് കോരി വയ്ക്കാം. ഇനി ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ എണ്ണ എടുക്കരുത് കേട്ടോ. അതിന് ആ ഇഞ്ചിയുടെ കാരമൊക്കെ ആ ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ കടുക് വറക്കാനായിട്ട് എടുക്കുമ്പോൾ വേറെ എണ്ണ തന്നെ എടുക്കുക. അത് കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക. കടുക് വറക്കാനായിട്ട് ഞാൻ പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ തീ ലോ ഫ്ലെയിമിലിടുക കേട്ടോ. അതിലേക്ക് നമുക്ക് വേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. എരിവിന് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ഈ മുളകിന് നല്ല എരിവുള്ളതാണ്. പച്ചമുളക് നല്ലവണ്ണം മൂക്കണം കേട്ടോ. മൂത്തിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ പുളിവെള്ളം ഒഴിക്കണം. എന്നിട്ടാണ് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ചേർക്കുന്നത്. അതിനോടൊപ്പം ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ടാണ് ലാസ്റ്റാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ലോണം മൂപ്പിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ പച്ചമുളക് ഇവിടെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളക് മൂത്ത് കഴിഞ്ഞ് മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്ത് കഴിയുക, അല്ലെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ടാണെങ്കിൽ മുളക് പൊടി ഇട്ടാൽ മതി. മുളക് പൊടി അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിയരുത്, കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ചുവയായിരിക്കും ഇഞ്ചിക്കറിക്കാണ്. നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിച്ച് വെച്ചേക്കണതാണ്, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാനിങ്ങനെ ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം പൊടിച്ചെടുക്കാനായിട്ട്, തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത്രയും ഇഞ്ചി വറുത്തിട്ട് നമുക്ക് ഇത്രയും ഇഞ്ചിപ്പൊടിയാണ് കിട്ടിയേക്കുന്നത്. ഇഞ്ചി ഇവിടെ കുറച്ച് ഉള്ളായിരുന്നു. അത് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളെ കാണിച്ചതാണ്. ഇഞ്ചി ഒരു 1/4 കിലോത്തോളം എടുക്കണം കേട്ടോ. ഞാൻ 100 ഗ്രാമോളം എടുത്തുള്ളായിരുന്നു. അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അതുകൊണ്ട് ഇഞ്ചിക്കറി കാണിച്ചതാണ്. സദ്യക്കൊക്കെ ഉണ്ടാക്കണ ഇഞ്ചിക്കറിയാണ്.
അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരുമല്ലോ, നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കാം. നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ചെറിയ പീസ് ശർക്കരയാണ് ഞാൻ ഇട്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് അധികം പാടൊന്നുമില്ല. ഇഞ്ചി നമ്മൾ വറുത്ത് കോരി പൊടിച്ചതായതുകൊണ്ട് അതിൻ്റെ ആ ഇഞ്ചിയുടെ ഒരു കുത്തലൊരു കാരം ചുവയൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. ഇത് എത്ര നാളിരുന്നോളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ വരട്ടിയെടുക്കുന്ന ഇഞ്ചിക്കറി കുറേ നാൾ ഇരിക്കും. ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാളൊക്കെ ഇതിരിക്കും. പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 1.5 മാസം വരെ ഇത് നനവില്ലാത്ത ഭരണിയിലാക്കിയിട്ട് നനവില്ലാത്ത സ്പൂൺ കൊണ്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ പുറത്തിരിക്കും കേട്ടോ, കേടുകൂടാതെ. ഞാൻ ഇങ്ങനെയാണ് ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇഞ്ചിക്കറി ഞാൻ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തവണ ഓണത്തിന് ഇതുപോലൊരു ഇഞ്ചിക്കറി തന്നെ തയ്യാറാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.